അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എല്ലാ മാതാപിതാക്കളുടെയും ഒരു ആശങ്കയാണ് നമ്മുടെ മക്കളെ നമുക്ക് നല്ല നിലയിലെത്തണം. അതുപോലെ കുഞ്ഞുനാളിലെ നമുക്ക് മക്കളിലെ ഓരോരോ വളർച്ചയും നമുക്ക് കാത്തിരിപ്പായിരിക്കും. നമുക്ക് ഓരോരോ വളർച്ചയും വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കുറച്ച് വൈകിയാൽ നമുക്ക് വളരെ ടെൻഷനും നൽകും. മക്കൾക്ക് സൽസ്വഭാവം കിട്ടാനും അതുപോലെ മക്കളുടെ ദുസ്വഭാവം മാറാനും ചില മക്കൾ ഭയങ്കര വാശിക്കാരായിരിക്കും. കരഞ്ഞാൽ നിർത്തില്ല. അതുപോലെ വെറുതെ ആനനെ വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് കരയും പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ വാശി പിടിച്ച് കരയും. അതുപോലെ വികൃതി, ഈ ഒരു സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരു വട്ടം ചെയ്താൽ മതി. അതുപോലെ ചില മക്കൾ സംസാരിക്കുന്ന പ്രായമായിട്ടുണ്ടാവും, പക്ഷെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ചില മക്കൾക്ക് കുഞ്ഞുണ്ടാവും. അതുപോലെ ചില മക്കൾ സംസാരിക്കാൻ വൈകും. ഇതുപോലെയുള്ള മക്കൾക്കൊക്കെ നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മക്കൾക്ക് കഴിക്കാൻ കൊടുത്താൽ മതി. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ള ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസം വേണം. അതുപോലെ പടച്ച റബ്ബിനോട് ആദ്യം തൗബ ചെയ്യണം. പടച്ച റബ്ബേ, ഇന്നാലിനെ അമല് ഞാൻ ചെയ്യുന്നത് എൻ്റെ മക്കളുടെ സ്വഭാവം നന്നാക്കി തരാനാണ്, എൻ്റെ മക്കൾ സംസാരിക്കാനാണ്, മക്കളുടെ വികൃതി മാറ്റിത്തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കാരപ്പായലിരുന്നിട്ട് ഒരു കുപ്പി തേനെടുക്കുക. ഒരു കുപ്പി തേനിൽ നിങ്ങൾ ആദ്യം ഒരു 33 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാ കഴിയുന്നത് എന്ന് വിചാരിച്ചാൽ ബിസ്മി കൂട്ടിയിട്ട് അത്ര സലാത്ത് ചൊല്ലിയിട്ട് അതിലോട്ട് മന്ത്രിക്കുക. എന്നിട്ട് 786 ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയിട്ട് മന്ത്രിക്കുക. ഓരോ 100 വട്ടം എത്തുമ്പോഴും നിങ്ങൾ ഇഷ്ഫി പറഞ്ഞിട്ട് തേനിലോട്ട് മന്ത്രിക്കുക. ഇങ്ങനെ 786ാമത്തെ വട്ടം ഓതുമ്പോഴും ഇഷ്ഫി പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് ശേഷം ഒരു 33 നിങ്ങൾ എത്രയാണോ സലാത്ത് ചൊല്ലുന്നത് എന്ന് വെച്ചാൽ സലാത്ത് ചൊല്ലിയിട്ട് ആ തേന് അടച്ചു വെക്കുക. ഇങ്ങനെ ഒരു വട്ടം ചെയ്താൽ മതി. എന്നിട്ട് ഈ തേന് നിങ്ങൾ മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ കൊടുക്കുക. അവർക്ക് നക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക, നാവുമ്മൽ ആക്കി കൊടുക്കുക. അവരുടെ ദുസ്വഭാവം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാകും. സംസാരിക്കാത്ത മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും സംസാരിച്ച് തുടങ്ങും. നാവൊക്കെ അവർക്ക് നല്ല രീതിയിൽ വളഞ്ഞു കിട്ടും. ഈ ഒരു അമൽ നിങ്ങൾ ചെയ്ത് നോക്ക്. വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ തക്കതായ ഫലം അള്ളാഹു ഉറപ്പായിട്ടും തരും ഇൻഷാ അള്ളാഹ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ഇസ്ലാമിക് ടിപ്സുകൾ നിങ്ങൾക്ക് വേഗം കിട്ടാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.